എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഉണക്കക്കൊഞ്ച് റെസിപ്പിയാണ് കേട്ടോ. ഉണക്കക്കൊഞ്ച് റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് തന്നെ ആദ്യമേ ഒരു 2-3 പാക്കറ്റ് കൊഞ്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് അത് ഒരുപാട് നേരം വെള്ളത്തിലേക്കിട്ട് കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വെള്ളത്തിലിടുക, 1-2 തവണയൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് തന്നെ അത് വറുത്തെടുക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് കോരിയെടുക്കണേ. മൊത്തം അങ്ങനെ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ കറിവേപ്പില അതെല്ലാം നമ്മൾ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ എണ്ണയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ എണ്ണയിൽ തന്നെ നമുക്ക് ആദ്യമേ കടുക് പൊട്ടിക്കാം. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ഇട്ടു, പിന്നെ പച്ചമുളക് ഇട്ടു, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ടു. ഇതെല്ലാം കൂടി ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവേ. അത് ഇന്നിപ്പം പെട്ടെന്ന് മൂത്ത് കിട്ടും. അതിനായിട്ട് നമ്മൾ ഈ ഉപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ വഴന്ന് വരുന്ന സമയത്തേക്കിനും നമ്മുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനുണ്ടല്ലോ അതൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് പൊടിഞ്ഞു പോകാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കണം, ഒന്ന് ചതച്ചെടുക്കണേ. അപ്പോൾ അതും ഫുള്ളൊന്ന് ചതച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴേക്ക് നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി. അതെടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. സവാള നന്നായി വഴന്ന് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും വേണം കേട്ടോ ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇത് മാത്രമായിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറേ നേരം ഇളക്കണം. ചെറിയ തീയിലിട്ടിട്ട് കുറേ നേരം ഇളക്കി ആ എണ്ണ തെളിഞ്ഞ് വരുന്നത് പോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒന്ന് മൂടി വെക്കുന്നുണ്ട്. എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. കൊഞ്ച് റോസ്റ്റാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.